നമസ്കാരം. എല്ലാവർക്കും ടൂസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അധ്യാപകരാകാൻ പോകുന്ന നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് മത്സര പരീക്ഷകളായ നെറ്റ്, സെറ്റ്, കേട്ടറ്റ് പോലെയുള്ള ക്വാളിഫയിങ് എക്സാമുകൾ ക്വാളിഫൈ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ, അല്ലെങ്കിൽ നമ്മളെ പഠനം പൂർത്തിയായി വളരെ വേഗത്തിൽ തന്നെ ഇത്തരം എക്സാമുകൾ ക്വാളിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, എത്രയും പെട്ടെന്ന് നിങ്ങൾക്കത് ക്വാളിഫൈ ചെയ്യാൻ പറ്റുമോ അത്രയും നേരത്തെ തന്നെ നിങ്ങൾ ഇത്തരം മത്സര പരീക്ഷകൾക്ക് ക്വാളിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ കുറച്ചധികം കാലം കഴിയും തോറും നമുക്കിതിൻ്റെ എക്സാമിൻ്റെ പാറ്റേണും അതുപോലെ തന്നെ അതിൻ്റെ ഒരു ടഫായിട്ട് വരുന്ന ഒരു രീതിയും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിനേക്കാളും ഒക്കെ നല്ലത് നമുക്ക് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ തന്നെ, അല്ലെങ്കിൽ പഠിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് തന്നെ ഇത്തരം എക്സാമുകൾ ക്വാളിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ചിലരെ സംബന്ധിച്ച്, എല്ലാവരെയും സംബന്ധിച്ചും അവർക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെയൊരു എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ കഴിഞ്ഞു എന്ന് വരില്ല. അപ്പോൾ അത്തരം ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലൊരു കോച്ചിങ് നൽകുന്നത്. അപ്പോൾ ഈ നെക്സ്റ്റ് വരുന്ന ഡിസംബറിലെ നമ്മുടെ കേട്ടറ്റിന് വേണ്ടിയിട്ടുള്ള പുതിയ ബാച്ചുകൾ അക്കാഡമി ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നമ്മുടെ ക്ലാസ്സിൻ്റെ അതുപോലെ തന്നെ നമ്മുടെ കോച്ചിങ്ങിൻ്റെ രീതിയൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. നമ്മൾ പല വീഡിയോസിലും പറയുന്നതാണ്. ഓക്കെ, ടോപ്പിക് വൈസ് ക്ലാസ്സുകളാണ് നമ്മൾ നൽകുന്നത്. PYQ ഡിസ്കഷൻ ഉണ്ടായിരിക്കും. എല്ലാം റെക്കോർഡഡ് ക്ലാസ്സുകളായിരിക്കും. നിരന്തരമായിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ, അതുപോലെ തന്നെ തുടർച്ചയായിട്ടുള്ള പേഴ്സണൽ മെൻറ്ററിങ്, ഇതൊക്കെ നിങ്ങളുടെ ഈ ഒരു എക്സാമിനെ കുറച്ചുകൂടി ഒന്ന് ഫലപ്രദമാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന തരത്തിലുള്ള ഒരു കോച്ചിങ് ആയിരിക്കും നിങ്ങൾക്ക് നമ്മൾ നൽകുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ ഇതൊരു നമുക്ക് സ്വന്തമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ അടുത്ത എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് ഒരുക്കുന്നത് ഒരു കംപ്ലീറ്റ് സ്റ്റഡി ഗൈഡ് ടു കേട്ടറ്റ് മലയാളമാണ്. ഓക്കെ, മലയാളത്തിൻ്റെ ഒരു കംപ്ലീറ്റ് സ്റ്റഡി ഗൈഡാണ് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് തരുന്നത്. ഓക്കെ, കംപ്ലീറ്റ് സ്റ്റഡി ഗൈഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സിലബസിലുള്ള എല്ലാ ഭാഗങ്ങളും നിങ്ങൾക്ക് തരിക എന്നുള്ളതല്ല. പ്രധാനപ്പെട്ടിട്ടുള്ള ഭാഗങ്ങൾ, നമ്മുടെ സിലബസിലെ ലാംഗ്വേജ് പേപ്പറിലെ സിലബസിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള ഭാഗങ്ങൾ, അതുപോലെ തന്നെ നിരന്തരമായിട്ട് ആവർത്തിച്ച് വരുന്ന ഭാഗങ്ങൾ, ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ശ്രദ്ധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ നിരന്തരമായിട്ട് വരുന്ന ഭാഗങ്ങളും പ്രധാനപ്പെട്ടിട്ടുള്ള ഭാഗങ്ങളും ഒന്ന് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്കത് പഠിക്കാൻ കുറച്ചധികം എളുപ്പമായിരിക്കും. ഓക്കെ, നമുക്ക് ഈ കാര്യങ്ങളിലേക്ക് കടക്കാം. നമ്മൾ നമ്മുടെ പ്രധാന ഭാഗങ്ങളും ആവർത്തിക്കുന്ന ഭാഗങ്ങളും നമ്മുടെ സിലബസിൽ, അതായത് ഗ്രാമർ പോർഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒഴിച്ചുകൂടാനാവാത്തൊരു ഭാഗമാണ് സന്ധി എന്ന് പറയുന്ന ഭാഗം. ഓക്കെ, അപ്പോൾ സന്ധി എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നിങ്ങൾക്കറിയായിരിക്കും. ചേർച്ച എന്നാണ് സന്ധി എന്ന വാക്കിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന വർണ്ണവികാരമാണ് സന്ധി. അപ്പോൾ വർണ്ണവികാരം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? മാറ്റമാണ്. അതായത് രണ്ട് വാക്കുകൾ തമ്മിൽ കൂടിച്ചേരുമ്പോൾ ആ വാക്കുകളിലെ രണ്ടക്ഷരങ്ങൾ, ഈ അക്ഷരങ്ങളിലെയാണ് നമ്മൾ വർണ്ണം, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ആ എന്ന് പറയുമ്പോൾ നിങ്ങൾ കേൾക്കുന്ന ഒരു ശബ്ദമുണ്ടല്ലോ, ആ ശബ്ദത്തിനെയാണ് നമ്മൾ വർണ്ണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ശബ്ദങ്ങൾ തമ്മിൽ കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റത്തിനെയാണ് നമ്മൾ സന്ധി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? അപ്പം മലയാളത്തിൽ 4 തരം സന്ധികളാണുള്ളത്. ആഗമസന്ധി, ലോപസന്ധി എന്നാണ് കേട്ടോ. ലോപസന്ധി, ദ്വിത്വസന്ധി, ആദേശസന്ധി. ഇനി ഓരോ സന്ധികളും എന്താണ് എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് ധാരണയുണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് മാത്രമാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് നമ്മൾ അത്ര എടുത്താൽ മതി. എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് എങ്ങനെ ഇതിൻ്റെ ഉദാഹരണങ്ങളാണ് നിങ്ങൾക്ക് തരിക. ആ ഉദാഹരണങ്ങളിൽ നിന്ന് ഏത് സന്ധിയാണ് ഇത് തിരിച്ചറിയാൻ ഉള്ള ഒരു കഴിവ്, അല്ലെങ്കിൽ ഒരു കപ്പാസിറ്റി ഉണ്ടാക്കുകയാണ് ഈ ഒരു ക്ലാസ്സിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ വളരെ ചെറിയ രീതിയിൽ മാത്രമാണ് ഇതിനെ വിശദീകരിക്കുന്നുള്ളൂ. നമുക്ക് സെറ്റിന് പഠിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ നെറ്റിന് പഠിക്കുന്നത് പോലെയോ ഡീറ്റെയിൽ ആയിട്ട് ഈ ഭാഗങ്ങൾ പഠിക്കേണ്ട ആവശ്യം കേട്ടിട്ടില്ല.
ഓക്കെ, അത് നിങ്ങളെ സംബന്ധിച്ച് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് തന്നെ കരുതാം. നമ്മളിതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന സമയത്ത് ഇത് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന സ്ഥിരമായിട്ട് വരുന്ന പാറ്റേൺ അനുസരിച്ച് അത്തരം ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ക്ലാസ് നിങ്ങൾക്ക് ഒരിക്കലും ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു ക്ലാസ് അല്ലെങ്കിൽ ഈ ഒരു ഭാഗം ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിനോടൊപ്പം തന്നെ പഠിച്ചു പോവുക എന്നാണ് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പറയുന്നത് ആഗമസന്ധിയാണ്. ആഗമം എന്ന് പറഞ്ഞാൽ എന്താണ്? വരിക എന്നാണ് അർത്ഥം അല്ലേ? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന വർണ്ണവികാരമാണ് സന്ധി എന്ന് പറഞ്ഞു. അപ്പോൾ അതിലാദ്യം നമ്മൾ പറയുന്നത് ആഗമസന്ധിയാണ്. അപ്പോൾ ആഗമം എന്ന് പറഞ്ഞാൽ വരിക എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം പുതിയതായിട്ട് വരുന്നതിനെയാണ് എന്ത് പറയുന്നത്? ആഗമസന്ധി എന്ന് പറയുന്നത്. അപ്പോൾ ഉദാഹരണം പറയാം. തിരു പ്ലസ് ഓണം നമ്മൾ ചേർത്തെഴുതുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? തിരു ഓണം എന്നാണോ എഴുതുക? അല്ല, തിരുവോണം എന്ന് എഴുതും അല്ലേ? അപ്പോൾ നോക്കൂ, ഇവിടെ പുതിയതായിട്ടുള്ള വന്നിട്ടുള്ള അക്ഷരം ഏതാണ്? ഈ വ എന്നുള്ള അക്ഷരമാണ് കടന്നു വന്നിട്ടുള്ളത് അല്ലേ? അപ്പോൾ തിരു, ഇതിലെ തിരു എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു തിരു എവിടെയുണ്ട്? ഇവിടെയുണ്ട്. ഓണം എന്നുള്ള ഈ ഒരു വാക്ക് ഇവിടെയും ഉണ്ടാവും. തിരുവോണം എന്ന് പറയുമ്പോൾ ഈ ഓ എന്നുള്ള അക്ഷരത്തിനോട് കൂടിയിട്ടാണ് ഏത് കിടക്കുന്നത്? വ എന്നുള്ള അക്ഷരം കിടക്കുന്നത് അല്ലേ? അപ്പോൾ ഓണം എന്ന് പറയുമ്പോൾ ഓ എന്നുള്ള ശബ്ദം അവിടെ ഉണ്ട്. അപ്പോൾ ഓണം എന്നുള്ള ഭാഗവും ഇവിടെ ഉണ്ട്. ഇനി ഈ ഒരു പദത്തിൽ ഇല്ലാത്ത ഏതക്ഷരമാണ് ഇവിടെ വന്നിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ അതേതാണ്? വ എന്നുള്ള അക്ഷരമാണ്. ക്ലിയർ? അപ്പോൾ അങ്ങനെ പുതിയൊരു അക്ഷരം കടന്നു വരുന്നതിനെയാണ് എന്ത് പറയുന്നത്? ആഗമസന്ധി എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇതിൽ ഓർക്കേണ്ട കാര്യം പ്രധാനമായിട്ടും ഒന്നുകിൽ യ അല്ലെങ്കിൽ വ ആണ്. നമുക്ക് വരുന്ന ഉദാഹരണങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടായിട്ട് വരുന്നത് ഇതാണ്. ഓക്കെ, അപ്പോൾ യ അല്ലെങ്കിൽ വ ആണ് ഈ ആഗമസന്ധിയിൽ കൂടുതലായിട്ടും കടന്നു വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകിൽ തിരുവോണം എന്ന് തരും, എന്നിട്ടത് പിരിച്ചെഴുതാൻ പറയും. അല്ലെങ്കിൽ നേരത്തെ തന്നതുപോലെ തിരു പ്ലസ് ഓണം എന്ന് തരും, എന്നിട്ടത് ചേർത്തെഴുതാൻ പറയും. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഉദാഹരണം തന്നിട്ട് ഇത് ഏത് സന്ധിയാണ് എന്ന് ചോദിക്കും. അല്ലെങ്കിൽ ഈ ഒരു ഉദാഹരണം തന്നിട്ട് അത് ഏത് സന്ധിയാണ് എന്ന് ചോദിക്കും. ഈ രീതിയിലാണ് ചോദ്യങ്ങളുണ്ടാവുക. ഓക്കെ, ക്ലിയർ? ഇനി യ എന്നുള്ള അക്ഷരം കടന്നു വരുന്ന ഒരു ഉദാഹരണം കൂടി നമുക്ക് നോക്കാം. പറയാണ് വാഴ പ്ലസ് ഇല അല്ലേ? വാഴ പ്ലസ് ഇല നമ്മൾ ചേർത്ത് എഴുതുന്ന സമയത്ത് എന്താവും? വാഴയില എന്നാവും. ഓക്കെ, വാഴ ഇല എന്നാവും. അപ്പോൾ അവിടെ ഏതക്ഷരം കടന്നു വരുന്നുണ്ട്? യ എന്നുള്ളൊരു അക്ഷരം കടന്നു വരുന്നുണ്ട്. ക്ലിയർ? അപ്പോൾ ഇതാണ് ആഗമസന്ധി എന്ന് പറയുന്നത്. അടുത്തത് ലോപസന്ധി. ലോപം എന്ന് പറഞ്ഞാൽ എന്താണ്? ലോപിക്കാൻ, ഇല്ലാണ്ടാവുക എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇല്ലാണ്ടാവുന്നത് എന്തൊക്കെയാണ്? ഒന്നുകിൽ സംവൃതോകാരം. സംവൃതോകാരം പറഞ്ഞാൽ നമ്മൾ ചന്ദ്രക്കല എന്ന് പറയല്ലേ? ഇപ്പോൾ നമ്മൾ കാറ്റ് എന്ന് പറയുമ്പോൾ ടാ എന്ന് എഴുതിയിട്ട് അതിൻ്റെ മുകളിലൊരു ചന്ദ്രക്കലയുടെ ചിഹ്നം ഇടും. അതിനെയാണ് നമ്മൾ സംവൃതോകാരം എന്ന് പറയുന്നത്. പിന്നെ അകാരം, ഇകാരം, ഉകാരം, എകാരം, ഇങ്ങനെ കാരം കാരം എന്ന് പറഞ്ഞാൽ ഈ അക്ഷരങ്ങൾ ആ ഇ ഉ എ ഈ അക്ഷരങ്ങളൊക്കെയാണ് ഇവിടെ ലോപിച്ച് പോകുന്നത് എന്നാണ് അർത്ഥം. ക്ലിയർ? നോക്കാം. ലോപസന്ധി ഞാൻ പറഞ്ഞു, തണുപ്പ് പ്ലസ് ഉണ്ട് എന്ന് നമ്മൾ എഴുതുകയാണ്. അപ്പോൾ ഇതിൽ ഏത് ഇതിലായിരുന്നാലും ഈ ആദ്യത്തെ വാക്കിലെ അവസാനത്തെ അക്ഷരവും രണ്ടാമത്തെ വാക്കിലെ ആദ്യത്തെ അക്ഷരങ്ങളും തമ്മിലാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? സന്ധി ചെയ്യപ്പെടുന്നത്. അപ്പോൾ തണുപ്പിലെ ഈ ചന്ദ്രക്കല പോയിട്ട് ഈ ഊ എന്ത് ചെയ്യും? ഈ പായോട് കൂടി കൂടിച്ചേരും. അപ്പോൾ എന്താവും? പ് എന്നുള്ളത് പൂ എന്നാവും. ഓക്കെ, അപ്പോൾ തണുപ്പ് പ്ലസ് ഉണ്ട് എന്നുള്ളത് ചേർത്തെഴുതുന്ന സമയത്ത് എന്താവും? തണുപ്പുണ്ട് എന്നായി മാറും. ക്ലിയർ? അത്തരത്തിലുള്ളതിനെയാണ് നമ്മൾ ലോപസന്ധി എന്ന് പറയുന്നത്. ഇനി ദിത്തസന്ധി നമുക്ക് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ദിത്തം എന്ന് പറഞ്ഞാൽ രണ്ട് എന്നാണ് അർത്ഥം. അതായത് ഇരട്ടിക്കുക. ഞാൻ പറയാണ്, പച്ച പ്ലസ് ചക്ക. നമ്മൾ ചേർത്ത് എഴുതുന്ന സമയത്ത് പച്ച ചക്ക. ഓക്കെ, പപ്പ എന്നാണ് എഴുതിയത്, പച്ച. ഓക്കെ, പച്ച ചക്ക അല്ലേ? അപ്പോൾ ഈ രണ്ട് ഇതും ചേർത്ത് എഴുതുന്ന സമയത്ത് പച്ചയിലെ ച എന്നുള്ളത് എന്ത് ചെയ്യുന്നു? ഇരട്ടിക്കുന്നു. പച്ച ചക്ക എന്നാവുന്നു. ഓക്കെ, ക്ലിയർ? അപ്പോൾ അങ്ങനെ ഇരട്ടിക്കുന്നതിനെയാണ്
എന്ന് പറയുന്നത് ദ്വിത്വസന്ധി എന്ന് പറയുന്നത്. അടുത്തത് ആദേശസന്ധി. ആദേശം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന് പോയിട്ട് മറ്റൊന്ന് വരിക, ഒന്ന് പൂർണ്ണമായിട്ടും പോവുകയാണ്. ഓക്കെ, പൂർണ്ണമായിട്ടും പോയിട്ട് എന്താവുന്നു? മറ്റൊന്ന് കടന്നു വരുന്നു. അപ്പോൾ അതിനെയാണ് നമ്മൾ ആദേശസന്ധി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു കാര്യം പറയാം, ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വിൺ പ്ലസ് തലം. നമ്മൾ ചേർത്ത് എഴുതുന്ന സമയത്ത് ഉത്തരമായി വരുന്നത് വിണ്ടലം എന്നാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കൂ, ഇവിടെ വ എന്നുള്ള അക്ഷരം ഇവിടെയുണ്ട്. എന്നുള്ള, അതായത് ണ എന്നുള്ള അക്ഷരം ഇവിടെ ഉണ്ടോ? ഉണ്ട്. ഡ എന്നെഴുതുമ്പോൾ നമ്മൾ അങ്ങനെയാണ് എഴുതുന്നത്. ഡ എന്ന് പറയുന്നത് ണ് പ്ലസ് ട എന്നുള്ളതാണ് ഡ എന്നുള്ളത്. അപ്പോൾ ഇതിൽ ണ അല്ലെങ്കിൽ ണ എന്നുള്ള അക്ഷരം അവിടെയുണ്ട്. ഓക്കെ, ക്ലിയർ. ഇനി ഇതിൽ ലം എന്നുള്ള അക്ഷരം ഇവിടെയുണ്ട്. ലം എന്നുള്ള അക്ഷരം ഇവിടെയുണ്ട്. എന്നാൽ ത എന്നുള്ള തലത്തിലെ ത എന്നുള്ള അക്ഷരം ഇവിടെ ഉണ്ടോ? ഇല്ല. അപ്പോൾ ഈ ത എന്നുള്ള അക്ഷരം ഇവിടുന്ന് ത എന്നുള്ള അക്ഷരം ഇവിടുന്ന് പൂർണ്ണമായിട്ടും പോയിട്ട്, ത എന്നുള്ള അക്ഷരം ഇവിടുന്ന് പൂർണ്ണമായിട്ടും പോയി എന്താ വരുന്നത്? ട എന്നുള്ള അക്ഷരം കടന്നു വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ത എന്നുള്ള അക്ഷരം ഇവിടെ പൂർണ്ണമായിട്ടും പോയിട്ട് എന്ത് ചെയ്യുന്നു? ട എന്നുള്ള അക്ഷരം കടന്നു വരുന്നു. അപ്പം അങ്ങനെ ഒരക്ഷരം പൂർണ്ണമായും പോയി മറ്റൊരക്ഷരം കടന്നു വരുന്നതിനെയാണ് എന്ത് പറയുന്നത്? ആദേശസന്ധി എന്ന് പറയുന്നത്. ക്ലിയർ. ഈ ഉദാഹരണം നമുക്ക് തരാനുള്ള കാരണം, ഈ ഉദാഹരണമാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ചോദ്യപേപ്പറിൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഉദാഹരണത്തിൻ്റെ കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ചോദ്യം വന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. ഓക്കെ, ഇപ്പോൾ വിൺ പ്ലസ് സ്ഥലം വിണ്ടലമാണ് എന്ന് നിങ്ങൾക്ക് കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ ഒരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ മറ്റൊന്ന് വരുന്നതാണ് നെല് പ്ലസ് മണി നെന്മണി എന്നാവും. ഓക്കെ, ഇത് മറ്റൊരു ഉദാഹരണമാണ്, നമുക്ക് ചോദിക്കുന്ന മറ്റൊരു ഉദാഹരണമാണ് ആദേശസന്ധിയിൽ നെല് പ്ലസ് മണി. ഇതിൽ ല് എന്നുള്ള അക്ഷരം എന്ത് ചെയ്യുന്നു? ഓക്കെ, ല് എന്നുള്ള അക്ഷരം പൂർണ്ണമായിട്ടും പോയിട്ട് എന്താണ് ആവുന്നത്? ന എന്നുള്ള അക്ഷരം ഇവിടേക്ക് കടന്നു വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ. അപ്പം അത്തരത്തിലുള്ള ഉദാഹരണങ്ങൾ കാണാതെ നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. ഈ ഭാഗത്ത് നിന്ന് വരുന്ന ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. നമുക്ക് കുറച്ച് ചോദ്യങ്ങളൊന്ന് നോക്കാം. ഓക്കെ, നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇവിടെ പിരിച്ചെഴുതിയവയിൽ ആദേശസന്ധിക്ക് ഉദാഹരണമായത് ഏത്? നോക്കൂ, നമ്മൾ പറഞ്ഞിട്ടുള്ള ഉദാഹരണം തന്നെയാണ് വന്നിട്ടുള്ളത്. വിണ്ടലം, വിൺ പ്ലസ് തലം എന്നുള്ളത്. ഇനി നമുക്ക് ബാക്കി ഓപ്ഷനുകളൊക്കെ അപ്പോൾ ഏത് സന്ധിയിലാണ് വരുന്നത് എന്ന് നിങ്ങൾക്കറിയോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, കാറ്റില്ല, കാറ്റ് പ്ലസ് ഇല്ല എന്നുള്ളതാണ് കാറ്റില്ല എന്ന് വരുന്നത്. അപ്പോൾ ഇതിലുള്ള ക ഇതിലുണ്ട്, ച ഇതിലുണ്ട്, ഇല്ല ഇല്ല കാറ്റില്ല എന്ന് പറയുമ്പോൾ ആ വള്ളി എന്ന് പറയുന്നത് എന്താണ്? ഈ എന്നുള്ള അക്ഷരമാണ് അല്ലേ? അപ്പോൾ ആ ഈ അവിടെ ഉണ്ട്. അതുപോലെ തന്നെ ല എന്നുള്ള അക്ഷരം ഇവിടെ ഉണ്ട്. പിന്നെ ഇല്ലാത്ത അക്ഷരം ഏതാണ്? ഈ ഒരു ചന്ദ്രകലയാണ് ഇല്ലാത്തത് അല്ലേ? അപ്പോൾ അതെന്താണ്? അത് ഇല്ലാതെ ആയിപ്പോയതാണ്. അപ്പോൾ ഇല്ലാതായി പോവുകയാണെങ്കിൽ അത് ഏത് സന്ധി ആയിരിക്കും? ലോപസന്ധി. ഓക്കെ, ലോപസന്ധി ആയിരിക്കും അത്. അടുത്ത സി ഓപ്ഷൻ നോക്കാം. മറയില്ല, മറ പ്ലസ് ഇല്ല. അപ്പം നമുക്കിതിൽ നിന്ന് നേരിട്ട് നമുക്ക് മനസ്സിലാക്കാം, ഇതിൽ ഒരു അക്ഷരം കടന്നു വന്നിട്ടുണ്ട്, യാ എന്നുള്ള അക്ഷരം അല്ലേ? അപ്പം യായും വായും കടന്നു വരുന്ന യായും വായും കടന്നു വരുന്ന വാക്കുകൾ ഏതാണെന്ന് നാം പറഞ്ഞിട്ടുള്ളത്? അത് ആഗമസന്ധിയാണ് എന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ അത് ആഗമസന്ധിയാണ്. ഇനി കിളിപ്പാട്ട്, കിളി പ്ലസ് പാട്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാം, ഇവിടെ പ എന്നാണ് ഒരെണ്ണേ ഉള്ളൂ. ഇവിടേക്ക് വന്നപ്പോൾ എന്തായി? രണ്ടെണ്ണമായിട്ട് മാറി. അപ്പം രണ്ടെണ്ണം ഇരട്ടിക്കുകയാണെങ്കിൽ അതാണ് ദ്വിത്വസന്ധി. ഓക്കെ, ദ്വിത്വസന്ധി. ഓക്കെ, ഇത്രയും സിമ്പിളാണ് ഈ സന്ധി എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗം. നമുക്ക് ഇത് പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ്. ഓക്കെ, ക്ലിയർ. ഇനി ആഗമസന്ധിക്ക് ഉദാഹരണം ഏത്? അപ്പോൾ നമുക്ക് ഇവിടെ വിണ്ടലം നമുക്ക് നേരത്തെ തന്നെ ഒരു ആൻസറായിട്ട് വന്നതുകൊണ്ട് നമുക്കതിനെ തെറ്റായിട്ടുള്ള ആൻസറായിട്ട് കരുതാം. ഓക്കെ, ഇനി ഓടിപ്പോയി. നമുക്ക് ഇങ്ങനെ സന്ധി തിരിച്ചറിയണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം?
ഒറ്റപ്പദമാണ് തന്നതെങ്കിൽ നമ്മളതിനെ പിരിച്ചെഴുതി നോക്കണം. അപ്പോഴാണ് നമുക്കിത് ഏത് സന്ധിയാണ് എന്ന് കിട്ടുള്ളൂ. അപ്പോൾ വിണ്ടലം നമ്മൾ നേരത്തെ വിൺ പ്ലസ് സ്ഥലം വിണ്ടലം എന്ന് നമ്മൾ നേരത്തെ ആദേശ സന്ധിയിൽ പഠിച്ചതുകൊണ്ട് നമുക്കതറിയാം. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. ഈ ഉദാഹരണമാണ് ഏറ്റവും കൂടുതൽ വരിക എന്നുള്ളത്. അപ്പോൾ നമുക്ക് അതിനെ പിരിച്ചെഴുതുന്നതും ചേർത്തെഴുതുന്നതും നമുക്ക് നേരത്തെ തന്നെ അറിയാം. അതുകൊണ്ടാണ് നമ്മളത് നേരത്തെ തന്നെ തെറ്റായിട്ടുള്ള ആൻസറായിട്ട് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി ഓടിപ്പോയി എന്നുള്ളത് നമ്മളെങ്ങനെ പിരിക്കുക? ഓടി പ്ലസ് പോയി എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഈ പ എന്നുള്ളത് ഇതിൽ ഒരെണ്ണം മാത്രമേ ഉള്ളൂ, ഇതിൽ രണ്ടെണ്ണം ഉണ്ട്. അപ്പോൾ അതെന്തായിരിക്കും? ദ്വിത്വസന്ധി ആയിരിക്കും. ഓക്കെ, ഇത് ദ്വിത്വമാണ്. ബി എന്നുള്ളത് ദ്വിത്വമാണ്. ഓക്കെ, ദ്വിത്വമാണ്. അപ്പോൾ ആ ആൻസറല്ല, ബി ഓപ്ഷൻ അല്ല എന്ന് നമുക്ക് മനസ്സിലായി. ഇനി അവൻ എന്ന് പറയുന്നത്, അവൻ എന്ന് നമ്മളങ്ങനെ പിരിച്ചെഴുതും. ഓക്കെ, ഇവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും. ആ പ്ലസ് വൻ ആണോ, ആ പ്ലസ് അന്നാണോ, അങ്ങനെയുള്ള കുറച്ച് സംശയങ്ങളുണ്ടാവും. അപ്പോൾ നമുക്കത് സോൾവ് ചെയ്യാം. ആ പ്ലസ് അൻ ആണ് എന്താകുന്നത്? അവനാകുന്നത്. ഓക്കെ, അപ്പോൾ രണ്ട് ആ ഒരുമിച്ച് വരുമ്പോൾ അതെന്തായി മാറുന്നു? വാ ആയിട്ട് പുതിയൊരു അക്ഷരമായിട്ട് കടന്നു വരും. അപ്പോൾ വാ ആഗമിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വായോ യായോ ആഗമിക്കുന്നതിനെയാണ് നമ്മൾ ആഗമസന്ധി എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ അതിൻ്റെ ഉത്തരം സി ആണ്. അപ്പോൾ നിങ്ങളിതിങ്ങനെ പഠിച്ചു വയ്ക്കുക. ആ പ്ലസ് അന്നാണ് അവൻ. അപ്പോൾ അവൾ എന്നുള്ളത് എന്തായിരിക്കും? ആ പ്ലസ് അള്ളായിരിക്കും അവൾ. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഈ പ്ലസ് അന്നാണ് ഇവൻ, ഈ പ്ലസ് അൾ ആണ് ഇവൾ. അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് പഠിച്ചു വയ്ക്കുക. ക്ലിയർ? അപ്പോൾ അവൻ, അവൾ, ഇവൻ, ഇവൾ എന്നൊക്കെ വരുന്നത് ഏത് സന്ധിക്ക് ഉദാഹരണമാണ്? ആഗമസന്ധിക്ക് ഉദാഹരണമാണ്. ഇനി കാറ്റുണ്ട്, നമുക്ക് പിരിച്ചു നോക്കാം. കാറ്റ് പ്ലസ് ഉണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഉദാഹരണമാണ്. തണുപ്പുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഉദാഹരണം അല്ലേ? ഇതിൽ ഈ സമ്പ്രദോകാരം പോയിട്ട് ഈ ഊ എന്നുള്ള ശബ്ദം രായോട് കൂടി കൂടിച്ചേരുന്നിട്ടാണ് കാറ്റുണ്ട് എന്നാവുന്നത്. അപ്പോൾ ഇത് ഏത് സന്ധി ആയിരിക്കും? ഇത് ലോപസന്ധി ആയിരിക്കും. ഓക്കെ, ലോപസന്ധി. ക്ലിയർ? അപ്പോൾ ഇതാണ് സന്ധി എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗം. ഇനി നമ്മൾ പറയുന്നത് പ്രകാരമാണ്. ഓക്കെ, പ്രകാരം. അപ്പോൾ പ്രകാരം എന്ന് പറഞ്ഞാൽ രീതി അല്ലെങ്കിൽ മട്ട് എന്നൊക്കെയാണ് അർത്ഥം. രീതി അല്ലെങ്കിൽ മട്ട്. ഓക്കെ, അപ്പോൾ അതായത് ഒരു ക്രിയാധാതു അതിൻ്റെ അർത്ഥത്തെ ഏത് രീതിയിലാണ് വെളിപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ 4 രീതിയിലുള്ള പ്രകാരമാണുള്ളത്. ആദ്യത്തേത് നിർദ്ദേശക പ്രകാരം. ഓക്കെ, ധാതുവിൻ്റെ അർത്ഥത്തെ, ധാതു പറഞ്ഞൊരു മൂലക്രിയ, ആ ക്രിയേൻ്റെ അർത്ഥത്തെ എന്ത് ചെയ്യുന്നു അതേപടി തന്നെ കാണിക്കുന്നതാണ് നിർദ്ദേശക പ്രകാരം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഭൂതം, ഭാവി, വർത്തമാനകാല രൂപത്തിൽ വരുന്ന ക്രിയാരൂപങ്ങളെ അതേപടി തന്നെ നമ്മൾ പറയുന്നതിനെയാണ് നിർദ്ദേശക പ്രകാരം എന്ന് പറയുന്നത്. അതിൻ്റെ ഉദാഹരണമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കൊടുത്തു, കൊടുക്കും, കൊടുക്കുന്നു എന്നുള്ളത്. അടുത്തത് നിയോജക പ്രകാരം. പ്രകാരം, നിയോജക പ്രകാരം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഈ പ്രകാരത്തിൽ നമുക്ക് ഇവിടെ മുതൽ എന്ത് പഠിക്കാനുണ്ട്? പ്രത്യയങ്ങൾ പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പം നിയോജക പ്രകാരത്തിൻ്റെ പ്രത്യയമാണ് അട്ടെ. ആട്ടെ അല്ലെങ്കിൽ അട്ടെ എന്നുള്ളത്. ഓക്കെ, അവൻ പോകട്ടെ അല്ലെങ്കിൽ അവൻ പോട്ടെ, നിങ്ങൾ പോകിൻ, അങ്ങനെ ഞാൻ ചെയ്യട്ടെ, അവൻ പറയട്ടെ, ഞാൻ ഉറങ്ങട്ടെ, അങ്ങനെ പറയുന്നത് അട്ടെ അല്ലെങ്കിൽ ആട്ടെ എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഉദാഹരണമായിട്ട് വരുന്നത്. ക്ലിയർ? അടുത്തത് വിധായക പ്രകാരം. വിധായകം എന്ന് പറഞ്ഞാൽ എന്താണ്? വിധി. ഓക്കെ, വിധി എന്ന് പറയുന്നതാണ്, അതായത് വിധി, ശീലം, കൃത്യം. അപ്പോൾ ഈ അർത്ഥത്തിൽ എന്ത് ചെയ്യണം? ക്രിയ ചെയ്തേ പറ്റൂ എന്ന് പറയുന്നതാണ്. അത് നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യണം എന്നുള്ള അർത്ഥത്തിലുള്ളതാണ് എന്ത്? വിധായക പ്രകാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ പ്രത്യയമാണ് അണം എന്നുള്ളത്. അപ്പം നിങ്ങൾ ചെയ്യണം, നിങ്ങൾ പോകണം, നിങ്ങൾ കുളിക്കണം, 6 മണിക്ക് ഉണരണം. അപ്പോൾ അണം അണം എന്ന് വരുന്നതാണ് എന്ത്? വിധായക പ്രകാരം. ഓക്കെ, അടുത്തത് അനുജ്ഞായക പ്രകാരം. അനുജ്ഞായകം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സമ്മതം നൽകുന്ന രീതിയിലുള്ളത്. അതൊക്കെ സമ്മത അർത്ഥത്തെ കാണിക്കുന്നതാണ് അനുജ്ഞായകം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ അനുമതി നൽകുന്നു അല്ലെങ്കിൽ അനുവാദം നൽകുന്നു. അതിൻ്റെ പ്രത്യയമായിട്ട് വരുന്നത് ആം എന്നുള്ളതാണ്. ഓക്കെ, ആം, ഇവിടെ നിൽക്കാം, നിനക്കെടുക്കാം, അവന് ചെയ്യാം, വന്നു പറയാം, നിങ്ങൾക്കിരിക്കാം, അങ്ങനെയൊക്കെ പറയുന്നത്. ക്ലിയർ? അപ്പോൾ ഇതാണ് പ്രകാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ചോദ്യം നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ നിയോജക പ്രകാരത്തിന് ഉദാഹരണമായത് ഏത്? അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് പറയണമെങ്കിൽ
നിങ്ങൾ ഈ പ്രകാരത്തിൻ്റെ പേരും അതിൻ്റെ പ്രത്യയവും മാത്രം പഠിച്ചു വയ്ക്കുക. അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ പഠിക്കേണ്ട. പ്രകാരത്തിൻ്റെ പേര് അതുപോലെ തന്നെ പ്രത്യയം പഠിക്കും. നിർദ്ദേശിക പ്രകാരം അതിന് നമുക്ക് എന്തില്ല, പ്രത്യയമില്ല. ഓക്കെ, അത് നമുക്ക് നമ്മുടെ ചോദ്യങ്ങളിൽ വന്നിട്ടും ഇല്ല. അടുത്ത നിയോജക പ്രകാരമാണ്. നിയോജകമാണ് നമ്മൾ എന്ത് പറഞ്ഞത്, അട്ടെ അല്ലെങ്കിൽ ആട്ടെ എന്ന് പറഞ്ഞത്. ഇനി വിധായക പ്രകാരം, വിധായകത്തിൻ്റെതാണ് നമ്മൾ അണം എന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി അനുജ്ഞായകത്തിൻ്റെതാണ് നമ്മൾ ആം എന്ന് പറഞ്ഞത്. ഓക്കെ, ഇങ്ങനെ ഇതിൻ്റെ പേരും പ്രകാരത്തിൻ്റെ പേരും അതിൻ്റെ പ്രത്യയവും മാത്രം പഠിച്ചു വയ്ക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലൊരു ചോദ്യത്തിന് ഈസി ആയിട്ട് ഉത്തരം കണ്ടെത്താൻ കഴിയും. നോക്കൂ, നിയോജക പ്രകാരത്തിന് ഉദാഹരണമായത് ഏത്? അപ്പോൾ നമുക്ക് അറിയാം, നിയോജകം അട്ടെ എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യയം. നമ്മൾ ഉദാഹരണം നമ്മുടെ മനസ്സിലേക്ക് നിയോജകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ഓൾറെഡി വരും. നിയോജകം എന്ന് പറഞ്ഞാൽ അട്ടെ എന്നാണ് അതിൻ്റെ പ്രത്യയമായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഓപ്ഷനിലേക്ക് നോക്കുക. അട്ടെ അല്ലെങ്കിൽ ആട്ടെ എന്ന് പറയുന്ന ഉദാഹരണം ഏതാണ്? നളിനിക്ക് പഠിക്കാം, അതാണോ? അല്ല, നളിനി പഠിക്കട്ടെ, അല്ലേ? അപ്പോൾ അതാണ് അതിൻ്റെ ഉദാഹരണമായിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്, അല്ലേ? ഇനി എ, സി, ഡി ഈ 3 ഓപ്ഷനും ഏതിൽ വരുന്നു എന്ന്, ഏത് പ്രകാരത്തിലായിരിക്കും വരിക എന്നുള്ളത് കൂടി നമുക്ക് നോക്കാം. നളിനിക്ക് പഠിക്കാം, ആം വരുന്നത് എന്താണ്, ഒരു സമ്മതം കൊടുക്കലാണ്, അല്ലേ? അതേതാണ്, അനുജ്ഞായകമാണ്. ഓക്കെ, അനുജ്ഞായകമാണ് പഠിക്കാം എന്ന് പറയുന്നത്. നളിനി പഠിക്കണം, അണം വരുന്നത് ഏതാണ്, വിധായകമാണ് അണം എന്ന് വരുന്നത്. നളിനി പഠിക്കും, അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞു കൊടുക്കും, കൊടുത്തു, കൊടുക്കുന്നു, അത് വരുന്നത് ഏതാണ്, നിർദ്ദേശിക. ഓക്കെ, നിർദ്ദേശപ്രകാരം. ക്ലിയർ? അപ്പം ഇങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടെത്തേണ്ടത്, പ്രകാരത്തിൽ വരുന്ന ആൻസറുകൾ കണ്ടെത്തേണ്ടത്. ക്ലിയർ? ഇനി നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വിഭക്തി എന്ന് പറയുന്നത്. വിഭക്തിക്ക് ഒരു കാരിക തന്നെയുണ്ട്. ആ കാരിക പഠിച്ചു വയ്ക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും സിമ്പിൾ എന്ന് പറയുന്നത്. തന്മ, നിർദ്ദേശിക, കർത്ത, പ്രതിഗ്രാഹിക, കർമ്മമേ, ഓട്, സംയോജിക, സാക്ഷി, സ്വാമി, ഉദ്ദേശിക, എന്ന് പറയുന്ന തുടങ്ങുന്ന ഈ ഒരു നമ്മൾ ഒത്തിരി സിനിമാ പാട്ടുകളൊക്കെ പഠിച്ചു വയ്ക്കുന്നില്ല. ഈ ഒരു കാരിക പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിഭക്തിയുമായിട്ട് ഏത് തരത്തിലുള്ള ചോദ്യം വന്നാലും ഈ ഒരു കാരിക ചൊല്ലി നോക്കിയാൽ മതി, അതിൽ നിന്ന് നമുക്ക് ഈസി ആയിട്ട് ഉത്തരം കിട്ടും. ഓക്കെ, ആ കാരികയെ ഞാനൊന്ന് നീട്ടി വലിച്ച് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ എഴുതിയിട്ടുള്ളതാണ് ഇവിടെ ഈ ബോക്സ് ആക്കിയിട്ട് എഴുതിയിട്ടുള്ളത്. ക്ലിയർ? അപ്പോൾ നമുക്ക് 7 വിഭക്തികളാണുള്ളത്. ഓക്കെ, നിർദ്ദേശിക, പ്രതിഗ്രാഹിക, സംയോജിക, ഉദ്ദേശിക, പ്രയോജിക, സംബന്ധിക, ആധാരിക. ഇനി നമുക്കൊരു കോഡ് ഇതിനിടുകയാണെങ്കിൽ നിപ്രസം, ഉപ്രസം, ആ എന്ന് പഠിച്ചു വയ്ക്കുക. നിപ്രസത്തിൽ നീ എന്ന് പറഞ്ഞാൽ നിർദ്ദേശിക, പ്ര എന്ന് പറഞ്ഞാൽ പ്രതിഗ്രാഹിക, സം എന്ന് പറഞ്ഞാൽ സംയോജിക. ഇനി ഉപ്രസത്തിൽ ഓ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക, പ്ര എന്ന് പറഞ്ഞാൽ പ്രയോജിക, സം എന്ന് പറഞ്ഞാൽ സംബന്ധിക, ആ എന്ന് പറഞ്ഞാൽ ആധാരിക. ക്ലിയർ? നിപ്രസം, ഉപ്രസം, ആ. ഇനി ഇതിൻ്റെയൊക്കെ പ്രത്യയം നമ്മൾ നേരത്തെ പ്രകാരത്തിന് പ്രത്യയം പഠിച്ചില്ലേ, അതുപോലെ ഇതിൻ്റെയും പ്രത്യയങ്ങൾ നമ്മൾ കാണാതെ പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ നിർദ്ദേശിക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രത്യയമില്ല. പ്രതിഗ്രാഹികയുടെ പ്രത്യയം എ എന്നുള്ളതാണ്. ഓക്കെ, പ്രതിഗ്രാഹിയുടെ പ്രത്യയം എ, സംയോജികയുടെ പ്രത്യയം ഓട്, ഉദ്ദേശികയുടെ പ്രത്യയം ക്ക്, ന് അല്ലെങ്കിൽ ക്ക്, എന്ന് പറയും. പ്രയോജികയുടെ പ്രത്യയം ആൽ, സംബന്ധികയുടെ പ്രത്യയം ഉടെ, ഇൻ്റെ, ആധാരികയുടെ പ്രത്യയം ഇൽക്കൽ. ഓക്കെ, അതിൻ്റെ ഉദാഹരണമാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പം നിർദ്ദേശികയുടെ ഉദാഹരണം ഞാൻ, സീത, രാമൻ. അതായത് നമ്മൾ അതിനെന്തല്ല പ്രത്യയം ഇല്ലാത്തതാണ് എന്ത് നിർദ്ദേശിക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കാരകം എന്താണ്, കർത്താവ് തന്നെയാണ് അതിൻ്റെ കാരകം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇതിൻ്റെ ഫലം അനുഭവിക്കുന്നത്, വിഭക്തിയുടെ ഫലം അനുഭവിക്കുന്നത് ആരാണ് എന്നുള്ളതാണ് കാരകം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? ഇനി പ്രതിഗ്രാഹികളുടെ പ്രത്യയം എ ആണ്. അതായത് എന്നെ, സീതയെ, രാമനെ എന്നൊക്കെ പറഞ്ഞു നമ്മൾ എ പറയുന്നില്ലേ, അത് കർമ്മമാണ് അതിൻ്റെ കാരകം. സംയോജികയുടെ പ്രത്യയം ഓട്, എന്നോട്, സീതയോട്, രാമനോട് എന്നൊക്കെ പറയുന്നത് സാക്ഷിയാണ് അതിൻ്റെ കാരകം. ഉദ്ദേശിക ക്ക്, ന് എന്ന് പറയുന്നത് എനിക്ക്, സീതയ്ക്ക്, രാമന് എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ രാമൻ ക്ക് എന്ന് മാത്രമാകുമ്പോൾ നമുക്ക് എനിക്ക്, സീതയ്ക്ക് എന്ന് പറയാം, രാമൻക്ക് എന്ന് പറയാൻ പറ്റില്ല
അല്ലേ? രാമൻക്ക് എന്ന് പറയാൻ പാടില്ല. കാരണം ഇൻ എന്നുള്ളതിൽ, അതായത് ഇൻ എന്ന് പറഞ്ഞിട്ടുള്ളതിൽ അവസാനിക്കുന്നതിനൊക്കെ നമ്മൾ എന്നുള്ള ശബ്ദമാണ്, രാമന് എന്ന് പറയുമ്പോൾ എന്നുള്ളൊരു ശബ്ദം, ആ ശബ്ദമാണ് ചേർക്കേണ്ടത്. എന്നുള്ളത് ചേർക്കാൻ പാടില്ല. ക്ലിയർ? അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. സ്വാമിയാണ് അതിൻ്റെ കാരകം. പ്രയോജികയുടെ പ്രത്യയം ആലാണ്. എന്നാൽ, സീതയാൽ, രാമനാൽ എന്നൊക്കെ പറയും. ഹേതു അതായത് കാരണം അല്ലെങ്കിൽ കരണമാണ് അതിൻ്റെ കാരകം എന്ന് പറയുന്നത്. സംബന്ധികയുടെ പ്രത്യയം ഉടേ, ഇൻ്റെ, അതായത് എൻ്റെ, സീതയുടെ, രാമൻ്റെ എന്നൊക്കെ പറയുന്നത്. അതിനെന്തില്ല, കാരകമില്ല. ഇനി ആധാരികയുടെ പ്രത്യയമാണ് ഇൽക്കൽ. എന്നിൽ, സീതയിൽ, പഠിക്കൽ, കാൽക്കൽ, വാതിൽക്കൽ എന്നൊക്കെ പറയുന്നത്. ക്ലിയർ? അധികരണമാണ് അതിൻ്റെ കാരകം. അപ്പോൾ ഇതിൻ്റെ പ്രത്യയം ഓർത്ത് വയ്ക്കുക. വിഭക്തിയുടെ പേര്, അതിൻ്റെ പ്രത്യയം ഓർത്ത് വയ്ക്കുക. പിന്നെ ഇതിൽ ഓർത്ത് വയ്ക്കാനുള്ളത്, പ്രത്യയമില്ലാത്ത വിഭക്തി ഏതാണെന്ന് ചോദിച്ചാൽ അത് നിർദ്ദേശികയാണ്. ഓക്കെ, നിർദ്ദേശിക. ഇനി കാരകമില്ലാത്ത വിഭക്തി ഏതാണെന്ന് ചോദിച്ചാൽ അത് സംബന്ധികയാണ്. ഓക്കെ, ഇത്രയാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വയ്ക്കാനുള്ളത്. നോക്കാം. പ്രത്യയം ഇല്ലാത്ത വിഭക്തി ഏത്? നമ്മളിപ്പോൾ പറഞ്ഞതാണ്, നിർദ്ദേശികയാണ് പ്രത്യയം ഇല്ലാത്ത വിഭക്തി. ഉദ്ദേശികയുടെ പ്രത്യയം ഏതാണപ്പോൾ? ഉദ്ദേശിക ന് അല്ലെങ്കിൽ എന്ന് നമ്മൾ പറയും. എന്ന് പറയുന്നത് രാമന് എന്ന് പറയുമ്പോൾ എന്നുള്ളൊരു ശബ്ദം. ഓക്കെ. സംബന്ധിക ഉഡേ ആണ് സംബന്ധികയുടെ പ്രത്യയം. സംയോജിക ഓട് സംയോജിക സാക്ഷി, ഉടേ സംബന്ധിക സ്വത, സ്വാമി ഉദ്ദേശിക ഓക്കെ. അപ്പോൾ ആ കാരിക പഠിച്ചു വെക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒന്നേ ഉള്ളൂ. നമ്മൾ പറയുന്നത് കൃതിയാണ്. കൃതി എന്നാൽ ക്രിയ എന്നാണ് അർത്ഥം. ഓക്കെ, കൃതി എന്നാൽ ക്രിയ എന്നാണ് അർത്ഥം. ക്രിയ എന്ന് പറഞ്ഞാൽ അറിയില്ലേ, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് നമ്മൾ ക്രിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്രിയേൻ്റെ വിഭജനമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, കൃതി അല്ലെങ്കിൽ ക്രിയ. അപ്പോൾ ആദ്യത്തെ വിഭജനം സകർമ്മകം അകർമ്മകം എന്നുള്ളതാണ്. അതായത് അർത്ഥം പ്രമാണിച്ചുള്ള വിഭജനമാണ് സകർമ്മകവും അകർമ്മകവും. ഓക്കെ, സകർമ്മകം എന്ന് പറഞ്ഞാൽ ക്രിയയുടെ അർത്ഥത്തിനെ പ്രമാണിച്ചാണ് നമ്മൾ ഇങ്ങനെ ഒരു വിഭജനം നടത്തുന്നത്. അതായത് സകർമ്മക പറഞ്ഞാൽ കർമ്മമുള്ള ക്രിയ, അകർമ്മകം എന്ന് പറഞ്ഞാൽ കർമ്മമില്ലാത്ത ക്രിയ. ഓക്കെ, അപ്പോൾ കർമ്മം ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മളെങ്ങനെ കണ്ടെത്തുക? നമുക്കൊരു ഉദാഹരണം തരും. ആ ഉദാഹരണത്തിനോട് കൂടി നമ്മൾ ആരെ അല്ലെങ്കിൽ എന്തിനെ എന്ന് ചോദിക്കുക. അങ്ങനെ തന്നെ ചോദിക്കണം. ആര് അല്ലെങ്കിൽ എന്ത് എന്ന് ചോദിക്കരുത്, അപ്പോൾ ഉത്തരം മാറും. ആരെ എന്തിനെ എന്ന് ചോദിക്കുക. ഓക്കെ, ആരെ അല്ലെങ്കിൽ എന്തിനെ എന്ന് ചോദിക്കുക. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടുന്നുവെങ്കിൽ അത് സകർമ്മകവും, ഉത്തരം കിട്ടുന്നില്ല എങ്കിൽ അത് അകർമ്മകവുമാണ്. ഒരു ഉദാഹരണം പറയാം. അപ്പോൾ അടിക്കുക. ഓക്കെ, അടിക്കുക എന്നൊരു ക്രിയ തന്നു. അത് സകർമ്മമാണോ അകർമ്മകമാണോ എന്നെങ്ങനെ കണ്ടെത്തുക? അടിക്കുക എന്നുള്ളതിനെ കൊണ്ട് ഒരു ചോദ്യം ചോദിക്കുക, ആരെ അടിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം കുട്ടിയെ അടിക്കുക, അല്ലെങ്കിൽ അമ്മയെ അടിക്കുക, അച്ഛനെ അടിക്കുക. അപ്പോൾ നമുക്കൊരു ഉത്തരം കിട്ടും അല്ലേ? അപ്പോൾ അത് എന്താണ്? സകർമ്മകമാണ്. ഇനി നമ്മൾ ചോദിക്കുകയാണ് മറ്റൊരു ക്രിയ തരാം, ഉറങ്ങുക. അപ്പോൾ ആരെ ഉറങ്ങുക എന്ന് നമ്മൾ ചോദിക്കുമോ? ഇല്ല, അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടുന്നില്ല. ആര് ഉറങ്ങുക എന്ന് ചോദിച്ചാൽ കുട്ടി ഉറങ്ങുന്നു അല്ലെങ്കിൽ അമ്മ ഉറങ്ങുന്നു എന്ന് പറയാം. പക്ഷേ ആരെ ഉറങ്ങുക എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരമില്ല. അപ്പോൾ അതെന്താണ്? അകർമ്മകമാണ്. ക്ലിയർ? അപ്പോൾ അത്തരത്തിലുള്ളതാണ് സകർമ്മകം അകർമ്മകം എന്ന് പറയുന്നത്. അടുത്ത വിഭജനം കേവലം പ്രയോജകം എന്നുള്ളതാണ്. പ്രകൃതി പ്രമാണിച്ചുള്ള വിഭജനമാണ്. ഓക്കെ, പ്രകൃതി പ്രമാണിച്ചുള്ള വിഭജനമാണ് കേവലം പ്രയോജകം. അതായത് ഇവിടെ നമ്മൾ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു ക്രിയ ചെയ്യുകയാണെങ്കിൽ അതിനെ കേവല ക്രിയ എന്നും, മറ്റൊരാളുടെ നിർബന്ധത്താൽ ഒരു ക്രിയ ചെയ്യുകയാണെങ്കിൽ അതിനെ പ്രയോജക ക്രിയ എന്നും പറയുന്നു. ഓക്കെ, ക്ലിയർ? ഞാൻ പറയാണ്, ഓടുക. ഓടുക എന്നുള്ളത് എന്താണ്? ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്നതാണ്. ഓടിക്കുക എന്ന് പറയുമ്പോൾ എന്താണ്? വേറൊരാൾ ഓടിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അങ്ങനെയുള്ളതിനെയാണ് പ്രയോജക ക്രിയ എന്ന് പറയുന്നത്. അപ്പോൾ ഉറങ്ങുക, ഞാൻ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഉറങ്ങുന്നത്. ഉറക്കുക എന്ന് പറഞ്ഞാൽ വേറൊരാൾ എന്നെ ഉറക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അവിടെ വേറൊരാളുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അതിനെയാണ് പ്രയോജക ക്രിയ എന്ന് പറയുന്നത്. ക്ലിയർ? അടുത്തത് കാരിതം അകാരിതം. രൂപം അല്ലെങ്കിൽ സ്വഭാവം. രൂപം അല്ലെങ്കിൽ സ്വഭാവം
പ്രമാണിച്ചിട്ടുള്ള വിഭജനമാണ് കാരിതം അകാരിതം. ഓക്കെ, ക്ലിയർ. അപ്പോൾ നമ്മൾ നേരത്തെ കേവലക്രിയ എന്ന് പറഞ്ഞു അല്ലേ. കേവലക്രിയ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്ന ക്രിയയിൽ അല്ലെങ്കിൽ കേവലക്രിയയിൽ ക്ക് എന്ന അക്ഷരമുള്ളത്, ക്ക് എന്ന അക്ഷരം ഉള്ള ക്രിയയാണെങ്കിൽ അതിനെ കാരിതക്രിയ എന്നും, ക്ക് എന്ന അക്ഷരം ഇല്ലാത്ത ക്രിയയാണെങ്കിൽ അതിനെ അകാരിതക്രിയ എന്നും പറയുന്നു. ക്ലിയർ? ഓക്കെ. അപ്പോൾ ഞാൻ പറയാണ് കേൾക്കുന്നു. കേൾക്കുന്നു എന്ന് പറയാൻ ഞാൻ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്നതാണല്ലേ. കേൾപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രയോജനക്രിയയാവും. അപ്പോൾ കേൾക്കുന്നു, നിൽക്കുന്നു, പിടിക്കുന്നു എന്നൊക്കെ പറയുന്നത് ഞാൻ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്നതാണ്. അപ്പോൾ അതിലൊക്കെ ക്ക് എന്നുണ്ട്. കേൾക്കുന്നു ക്ക് എന്നുണ്ട്, പിടിക്കുന്നു ക്ക് എന്നുണ്ട്, നിൽക്കുന്നു ക്ക് ഉണ്ട്. ഓക്കെ, അങ്ങനെ ക്ക് ഉള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുക, കാരിതം എന്ന് പറയുന്നത്. ഇനി ഞാൻ പറയാണ് പാടുന്നു അല്ലെങ്കിൽ പാടുക, പറയുക, അടയുക. ഓക്കെ, അതൊക്കെ എന്താണ്, ഞാൻ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യാണ്. പാടുന്നു, ഞാൻ സ്വന്തം ഇഷ്ടപ്രകാരം പാടുന്നു. പറയുന്നു, ഞാൻ സ്വന്തം ഇഷ്ടപ്രകാരം പറയുന്നു. അപ്പോൾ അതിലൊന്നും എന്തില്ല, ക്ക് എന്നുള്ള ശബ്ദമില്ല അല്ലെങ്കിൽ ക്ക് എന്നുള്ള അക്ഷരമില്ല. അപ്പം അങ്ങനെ ക്ക് ഇല്ലാത്തതാണെങ്കിൽ അതിനെയാണ് നമ്മൾ അകാരിതം എന്ന് പറയുന്നത്. ക്ലിയർ? അടുത്തത് മുറ്റുവിന പറ്റുവിന. പ്രാധാന്യം കണക്കാക്കിയിട്ടാണ് നമ്മൾ ഇങ്ങനെയൊരു വിഭജനം നടത്തുന്നത്. മുറ്റുവിന പറ്റുവിന, പ്രാധാന്യം. മുറ്റുവിന പറ്റുവിന. ഓക്കെ, വിന എന്ന് പറഞ്ഞാൽ ക്രിയ എന്ന് തന്നെയാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ മുറ്റുവിന എന്ന് പറഞ്ഞാൽ സ്വതന്ത്രമായിട്ട് പ്രധാന ക്രിയയാണ് മുറ്റുവിന എന്ന് പറയുന്നത്. മറ്റൊന്നിനും കീഴടങ്ങി നിൽക്കാതെ സ്വതന്ത്രമായിട്ട് നിൽക്കുന്ന പൂർണ്ണ അർത്ഥത്തിലുള്ള ഒരു ക്രിയയാണ് നമ്മളെന്ത് പറയുന്നത്, മുറ്റുവിന എന്ന് പറയുന്നത്. ചെയ്യുന്നു, പറയുന്നു, പോകുന്നു, ചെയ്യാം, പറയാം, പോകാം, ചെയ്തു, പറഞ്ഞു, അങ്ങനെയൊക്കെ പറയുന്നത്. ഓക്കെ, ഇതൊക്കെ എന്താണ്, ഒരു പൂർണ്ണ ആശയം നൽകുന്നുണ്ട്. എന്നാൽ ഒരു അപ്രധാന ക്രിയയാണ് നമ്മൾ പറ്റുവിന എന്ന് പറയുന്നത്. അതെന്താണ്, മറ്റൊന്നിനോട് പറ്റി നിൽക്കുകയാണ് ചെയ്യുക. ഓക്കെ, ചെയ്യുന്ന, പറയുന്ന, കേട്ട എന്നൊക്കെ പറയുന്നത് എന്താണ്, അപൂർണ ക്രിയകളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള അപൂർണ ക്രിയകളെയാണ് നമ്മളെന്ത് പറയുക, പറ്റുവിന എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ കേട്ട കാര്യം അങ്ങനെ പറയുമ്പോഴാണ് ആ കേട്ടയ്ക്ക് എന്തുള്ളത്, അർത്ഥമുള്ളത്. അല്ലാതെ കേട്ട എന്ന് പറയുമ്പോൾ എന്ത് കേട്ട എന്നുള്ളൊരു ചോദ്യം നമുക്ക് വരും. അപ്പം അങ്ങനെയുള്ളതിനെയാണ് എന്ത് പറയുന്നത്, പറ്റുവിന എന്ന് പറയുന്നത്. മറ്റൊന്നിനോട് കൂടി നിൽക്കുമ്പോൾ മാത്രമാണ് അതിന് എന്തുണ്ടാവുള്ളൂ, ഒരു പൂർണ്ണമായ അർത്ഥം ഉണ്ടാവുകയുള്ളൂ. ക്ലിയർ? അടുത്തത് പേരച്ചം വിനയച്ചമാണ്. എച്ചം എന്ന് പറഞ്ഞാൽ ക്രിയ എന്ന് തന്നെയാണ് അർത്ഥം. പേരച്ചം എന്ന് പറഞ്ഞാൽ പേരിനോട് തന്നെ, ഈ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, പേരിനോട് ചേർന്നിട്ടുള്ള ക്രിയയാണ് നമ്മൾ എന്ത് പറയുക, പേരച്ചം എന്ന് പറയുന്നത്. പേര് എന്ന് പറഞ്ഞാൽ ഇവിടെ നാമമാണ്, നാമത്തോട് ചേർന്നിട്ടുള്ള ക്രിയയെ നമ്മൾ പേരച്ചം എന്ന് പറയും. ഓക്കെ, അപ്പോൾ ചിരിക്കുന്ന കുഞ്ഞ്. കുഞ്ഞ് എന്നുള്ളത് എന്താണ്, ഒരു നാമമാണ് അല്ലേ. ആ നാമത്തിന് മുന്നിലായിട്ട് നമ്മൾ എന്ത് ചേർക്കുന്നു, ചിരിക്കുന്ന. ഓക്കെ, അപ്പോൾ അതെന്താണ്, ക്രിയയാണ്. അപ്പോൾ ചിരിക്കുന്ന കുഞ്ഞ് എന്ന് പറയുന്നത് പേരച്ചമാണ്. ഓടുന്ന വണ്ടി, വണ്ടി എന്നുള്ളത് നാമമാണ് അല്ലേ. അപ്പോൾ വണ്ടിക്ക് മുന്നിൽ എന്താണ്, ഓടുന്ന എന്ന് പറഞ്ഞിട്ടുള്ള ക്രിയ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓടുന്ന വണ്ടി പേരച്ച്. ക്ലിയർ? ഇനി വിനയച്ചം എന്ന് പറഞ്ഞാൽ രണ്ട് ക്രിയകൾ ഒരുമിച്ച് വരുന്നതിനെയാണ് വിനയച്ചം എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ നമ്മൾ പേരച്ചും വിനയച്ചും പറഞ്ഞു. രണ്ട് ക്രിയകൾ ഒരുമിച്ച് വരുന്നതിനെയാണ് എന്ത് പറയുന്നത്, വിനയച്ചം എന്ന് പറയുന്നത്. വന്നു, കണ്ടു, കയറി, ചെന്നു, നോക്കി, നിന്നു ഒക്കെ രണ്ടും എന്താണ്, ക്രിയ. നോക്കി എന്ന് പറയുന്നത് ക്രിയയാണ്, നിന്നു എന്ന് പറയുന്നതും ക്രിയയാണ്. ക്ലിയർ? അപ്പോൾ അത്തരത്തിലുള്ളതാണ് വിനയച്ചം എന്ന് പറയുന്നത്. നമുക്ക് ഉദാഹരണം നോക്കാം. ചുവടെ നൽകിയിരിക്കുന്നവയിൽ പ്രയോജകക്രിയയ്ക്ക് ഉദാഹരണമല്ലാത്ത പദം. പ്രയോജകക്രിയ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഓർക്കുക എന്താണ്, മറ്റൊരാളുടെ നിർബന്ധത്താൽ നമ്മൾ ചെയ്യുന്ന ക്രിയയാണ് പ്രയോജകക്രിയ. ഉറക്കുന്നു. ഓക്കെ, അപ്പോൾ അവിടെ വേറൊരാളുടെ സാന്നിധ്യമുണ്ട്. അപ്പോൾ അതിൽ പഠിപ്പിക്കുന്നു, വേറൊരാൾ പഠിപ്പിക്കണം, അവിടെയും വേറൊരാളുടെ സാന്നിധ്യമുണ്ട് അല്ലേ. കളിക്കുന്നു, അവിടെ വേറൊരാളുടെ സാന്നിധ്യമില്ല, ഞാൻ സ്വന്തമായിട്ടാണ് കളിക്കുന്നത്. മലർത്തുന്നു, അവിടെ വേറൊരാളുടെ സാന്നിധ്യമുണ്ട് അല്ലേ. മലർത്തുന്നു എന്ന് പറയുന്നത് മറ്റൊരാളുടെ സാന്നിധ്യമുണ്ട്. അപ്പോൾ അതിന് ഉദാഹരണം അല്ലാത്തത് സി ആണ്, കളിക്കുന്നു എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി നമ്മൾ പറയുന്നത് സമാസമാണ്. സമാസം എന്ന് പറഞ്ഞാൽ വിഭക്തി ഉപയോഗിക്കാതെ നമ്മൾ ഒരു പദം പറയുന്നതിനെയാണ് എന്ത് പറയുന്നത്, സമാസം എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ ഉദാഹരണം പറയാം. ഇപ്പോൾ കിളിയുടെ കൂട്, അതാ അവിടെ ഒരു കിളിയുടെ കൂട് കാണുന്നു. കിളിയുടെ കൂട്,
ഉടേ സംബന്ധിക സ്വത എന്ന് നമ്മൾ നേരത്തെ ഉടേ എന്ന് പറഞ്ഞാൽ സംബന്ധികയുടെ പ്രത്യയമാണ്. അപ്പോൾ കിളിയുടെ കൂട് എന്നുള്ളത് എന്താണ്? ഉടേ എന്നുള്ള വിഭക്തി പദം വിഭക്തിയുടെ പ്രത്യയം ചേർത്തിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ അവിടെ ഒരു കിളിയുടെ കൂട് കാണുന്നു അങ്ങനെ പറയുന്നതിനേക്കാളും നമുക്ക് എളുപ്പം എന്താണ്? അവിടെ ഒരു കിളിക്കൂട് കാണുന്നു എന്ന് പറയുന്നതാണ് അല്ലേ. അപ്പം അങ്ങനെ ഇത്തരത്തിലുള്ള വിഭക്തികൾ ഉപയോഗിക്കാതെ നമ്മളൊരു പദം പറയുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ സമാസം എന്ന് പറയുന്നത്. ക്ലിയർ? ആ സമാസം പ്രധാനമായും 4 രീതിയിൽ നമ്മൾ പറയുന്നു. അവ്യയീഭവൻ, തൽപുരുഷൻ, ബഹുവ്രീഹി, ദ്വന്ദ്വ സമാസം. അതിൽ അവ്യയീഭവൻ എന്ന് പറഞ്ഞാൽ സംസ്കൃതവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അവ്യയീഭവൻ എന്ന് പറയുന്നത്. ക്ലിയർ? അതായത് വിഗ്രഹിക്കുക പറഞ്ഞാൽ പിരിച്ചെഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ കിളിക്കൂട് എന്നുള്ളതിനെ വിഗ്രഹിക്കുക എങ്ങനെയാ വെച്ചാൽ കിളിയുടെ കൂട് നീട്ടി പറയാം. ഓക്കെ, അതിനെയാണ് വിഗ്രഹിക്കുക എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ വിഗ്രഹിക്കുന്ന സമയത്ത് പൂർവോത്തര പദങ്ങളിൽ ഉത്തരപദം ആദ്യം വരുന്നു. പൂർവോത്തര അപ്പോൾ കിളിക്കൂട് തന്നെ എടുക്കാം. കിളിക്കൂട് ഇതിനെ വിഗ്രഹിക്കുന്നു കിളിയുടെ കൂട്. ഇനി പറയാം, പൂർവപദം എന്ന് പറഞ്ഞാൽ ഈ ആദ്യത്തെ പദത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പൂർവപദം എന്ന് പറയുന്നത്. രണ്ടാമത്തെ പദത്തിനെയാണ് നമ്മൾ ഉത്തരപദം എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ ഇതിൽ പൂർവ ഉത്തര പദങ്ങളിൽ എന്താണ്? ഉത്തരപദം എന്ത് ചെയ്യുന്നു? ആദ്യം വരുന്നതിനെയാണ് ഉത്തരപദം ആദ്യം വരികയും പൂർവപദം രണ്ടാമത് വരികയും ചെയ്യുന്നതിനെയാണ് അവ്യയീഭവൻ എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ അവ്യയീഭവൻ്റെ ഒരു ഉദാഹരണം പറയാം. ഉപഹരി, ഉപഹരി, ഉപഹരി. ഓക്കെ, ഇതാണ് അവ്യയീഭവൻ സമാസത്തിന് ഉദാഹരണം. ഇതിനെ വിഗ്രഹിക്കുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? ഹരിയുടെ സമീപം. ഓക്കെ, ഹരിയുടെ സമീപം എന്നാണ് വരുന്നത്. ക്ലിയർ? അപ്പോൾ ഇതിൽ ഉത്തരപദം ഉപ എന്നുള്ളതാണ്, പൂർവപദം ഹരി എന്നുള്ളതാണ്. ഓക്കെ, പൂർവപദം ഉപ എന്നുള്ളതും ഉത്തരപദം ഹരി എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ഉത്തരപദം എന്ത് ചെയ്യുന്നു? ആദ്യത്തിൽ വരുന്നു. വിഗ്രഹിക്കുന്ന സമയത്ത് ഉത്തരപദം ആദ്യത്തിലും പൂർവപദം രണ്ടാമത്തുമായിട്ട് വരുന്നു. അങ്ങനെയുള്ളതിനെയാണ് അവ്യയീഭവൻ എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി തൽപുരുഷൻ. തൽപുരുഷൻ എന്ന് പറഞ്ഞാൽ ഉത്തരപദത്തിന് പ്രാധാന്യമുള്ളതിനെയാണ് തൽപുരുഷൻ എന്ന് പറയുന്നത്. അപ്പം ഏറ്റവും സിമ്പിളായിട്ട് പഠിച്ചു വയ്ക്കാം. നമ്മൾ ഇതിനെ വിഗ്രഹിക്കുന്ന സമയത്ത് അവിടെയൊക്കെ വരുന്നത് എന്തായിരിക്കും? നമ്മൾ 7 വിഭക്തി പഠിച്ചില്ലേ, ആ വിഭക്തി പ്രത്യയങ്ങളായിരിക്കും വരിക. ക്ലിയർ? ഇപ്പം മാങ്ങാക്കറി, മാങ്ങയാൽ കറി, കിളിക്കൂടി, കിളിയുടെ കൂട്. ഓക്കെ, അപ്പോൾ അതിൽ വരുന്ന തൽപുരുഷനിലെല്ലാം വരുന്നത് എന്തായിരിക്കും? നമ്മൾ പഠിച്ചിട്ടുള്ള 7 വിഭക്തി പ്രത്യയങ്ങളായിരിക്കും വിഗ്രഹിക്കുമ്പോൾ വരിക. അടുത്തത് ബഹുവ്രീഹിയാണ്. ബഹുവ്രീഹി പറഞ്ഞാൽ ഇതിനെ വിഗ്രഹിക്കുന്ന സമയത്ത് തരുന്ന ഉദാഹരണത്തിന് വിഗ്രഹിക്കുന്ന സമയത്ത് ആ വിഗ്രഹിക്കുന്ന ആ അർത്ഥത്തിനല്ല മറ്റൊരർത്ഥത്തിനാണ് പ്രാധാന്യം ഉണ്ടാവുക. ഉദാഹരണം പറയാം. ഇപ്പം ഞാൻ പറയാണ് താമരക്കണ്ണൻ, താമരയുടെ ഇതൾ പോലെ കണ്ണുള്ളവൻ ആരോ അവൻ. അതാരായിരിക്കും? ഈ ഒരു വലിയ വാക്കിനല്ല അവിടെ അർത്ഥമുള്ളത്. അങ്ങനെ ഇതൾ പോലെ കണ്ണുള്ളത് ആരാണ്? ശ്രീകൃഷ്ണനാണ്. അപ്പോൾ അവിടെ ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞ പുതിയൊരു വാക്കിനാണ് അർത്ഥം വരുന്നത് അല്ലേ. അപ്പം അങ്ങനെയുള്ളതിനെയാണ് ബഹുവ്രീഹി എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ ഇവിടെ താമരയ്ക്കും കണ്ണിനും ഒന്നുമല്ല അവിടെ പ്രാധാന്യമുള്ളത്, ശ്രീകൃഷ്ണനാണ് പ്രാധാന്യം. ക്ലിയർ? അങ്ങനെയുള്ളതാണ് ബഹുവ്രീഹി എന്ന് പറയുന്നത്. അടുത്ത ദ്വന്ദ്വ സമാസം. ദ്വന്ദ്വം എന്ന് പറഞ്ഞാൽ 2 എന്നാണ് അർത്ഥം. രണ്ടിനും ഒരേപോലെ പ്രാധാന്യമുള്ളത്, പൂർവപദത്തിനും ഉത്തരപദത്തിനും ഒരേപോലെ പ്രാധാന്യമുള്ളത്. അതായത് 5, 6, 5 6 രണ്ടിനും ഒരേപോലെ മാതാപിതാക്കൾ, മാതാവും പിതാക്കും, അല്ലെങ്കിൽ കൈയും കാലും, കൈകളും കാലുകളും ഒക്കെ രണ്ടിനും തുല്യ പ്രാധാന്യമുള്ളതാണ് ദ്വന്ദ്വ സമാസം. നമുക്ക് ചോദ്യങ്ങളിലേക്ക് നോക്കാം. കർമ്മധാരായ സമാസം. ഓക്കെ, കർമ്മധാരായ നമ്മൾ പറഞ്ഞിട്ടില്ല അല്ലേ. വിഗ്രഹിക്കുന്ന സമയത്ത് ആയ വരികയാണെങ്കിൽ അതാണ് കർമ്മധാരായ, പേരിൽ നിന്ന് തന്നെ സൂചിപ്പിക്കാം. കർമ്മധാരായ ആയ വരുന്ന വിഗ്രഹിക്കുന്ന സമയത്ത് ആയ വരികയാണെങ്കിൽ അതിനെയാണ് എന്ത് പറയുക? കർമ്മധാരായ സമാസം എന്ന് പറയും. കാഞ്ചനമാല അല്ല, വിഗ്രഹിക്കുന്ന സമയത്ത് കാഞ്ചന പറഞ്ഞാൽ സ്വർണ്ണം, കാഞ്ചനത്തിൻ്റെ മാല എന്ന് പറയാം. അപ്പോൾ അവിടെ ഉണ്ട് എന്നാണ് വരുന്നത് അല്ല. നീലാകാശം, നീലയായ ആകാശം, അപ്പോൾ അവിടെ ആയ വരുന്നുണ്ട്, അതാണ് അതിൻ്റെ ഉത്തരം. ഇരുമ്പു പെട്ടി, ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ പെട്ടിയാണ് ഇരുമ്പു പെട്ടി. ഓക്കെ, ക്ലിയർ? ഇനി മലരടി, മലർ ആകുന്ന അടി, അപ്പോൾ അവിടെ വരുന്നത് ആകുന്ന എന്നുള്ളതാണ്. അപ്പോൾ ആകുന്ന എന്ന് വരുന്നതാണെങ്കിൽ അത് വരുന്നത് രൂപക സമാസത്തിലാണ്.
ക്ലിയർ? തീപ്പെട്ടി എന്ന പദം അർത്ഥത്തിന് യോജിച്ച വിധം വിഗ്രഹിക്കുന്നത്. തീയുണ്ടാക്കാനുള്ള പെട്ടിയാണ് തീപ്പെട്ടി, അല്ലേ? തീയുടെ പെട്ടിയാണോ? അല്ല. തീയും പെട്ടിയുമാണോ? അല്ല. ദ്വന്ദ്വ സമാസത്തിലല്ല വരുന്നത്. തീയാകുന്ന പെട്ടി അല്ല, തീ ഉണ്ടാക്കാനുള്ള പെട്ടിയാണ് തീപ്പെട്ടി എന്ന് പറയുന്നത്. ഓക്കെ. ചന്ദന പമ്പരം എന്ന പദത്തിൻ്റെ ശരിയായ വിഗ്രഹാർത്ഥം ചന്ദനം കൊണ്ടുള്ള പമ്പരം. അതെ, അതാണ് അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്, അല്ലേ? ഇരുമ്പ് പെട്ടി എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു, ഇരുമ്പ് കൊണ്ടുള്ള പെട്ടി. ഓക്കെ. മഞ്ഞു തൊപ്പി, മഞ്ഞിനെ തടയാനുള്ള തൊപ്പിയാണ്, മഞ്ഞു കൊണ്ടുള്ള തൊപ്പിയല്ല. ഓക്കെ, ക്ലിയർ? അപ്പം അങ്ങനെ മാറ്റങ്ങൾ ശ്രദ്ധിക്കുക. ശരിയായ വിഗ്രഹം ഏത്? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഉദാഹരണമുണ്ട്. കിളിക്കൂട് കിളിയുടെ കൂടാണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ അതന്നെയാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഹൃദയവികാരം, ഹൃദയം എന്ന വികാരമാണോ? അല്ല, ഹൃദയത്തിലെ വികാരത്തിനെയാണ് നമ്മൾ ഹൃദയവികാരം എന്ന് പറയും. കടൽക്കാറ്റ്, കടലിലെ കാറ്റാണ് കടൽക്കാറ്റ്. ഇവിടെ കടൽക്കരയിലെ കാറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്, തെറ്റാണ്. മധുര സൗഹൃദം, സൗഹൃദത്തിലെ മധുരം എന്നാണോ? അല്ല, മധുരമാകുന്ന സൗഹൃദം. ക്ലിയർ? ഇത്രയാണ് നമ്മൾ പ്രധാനപ്പെട്ടിട്ടുള്ള പോർഷനായിട്ട് നിങ്ങൾക്ക് ഷുവറായിട്ട് വരുന്ന ഭാഗങ്ങൾ ഇത്രയാണ്. അപ്പോൾ ഈ ഒരു ക്ലാസ് നമുക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും മറ്റൊരു ക്ലാസ്സായിട്ട് വരാം. താങ്ക് യു.